89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരയുടെ സമയമാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്നത്തെ ഉയരെ എനിക്ക് തോന്നുന്നു ഒരുപാട് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് യുവതികൾക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സിന് പവർ നൽകുന്ന ഒരു ഉയരയായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ICC വേൾഡ് കപ്പ് കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഇന്ത്യൻകാർക്ക് അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഇന്ത്യൻസിന് ഒരു ആവേശം നിറഞ്ഞ അഭിമാന പുളകിതരായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് അഭിമാനം ഇച്ചിരി ഇരട്ടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് സഞ്ജു സാംസണിലൂടെ. ആൻഡ് സഞ്ജു സാംസന്റെ ഓരോ വിജയവും ഓരോ അഭിമാന നിമിഷവും നമ്മൾ ഓരോരുത്തർക്കും ഒരു പ്രകാശം നൽകുന്ന ഒന്നായിരുന്നു. യെസ്, നമുക്കും പറ്റും, ക്രിക്കറ്റിൽ നമുക്ക് ഒരു ഇടമുണ്ട് എന്നുള്ളത് തെളിയിപ്പിച്ച് തന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ക്രിക്കറ്റ് എന്നുള്ളത് സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് ക്രിക്കറ്റ് നൽകുന്ന ഒരു കരിയർ സാധ്യത, എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാം എന്നൊക്കെ സംശയം ഉള്ളിൽ ഒതുക്കി ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഉയരെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഷൈജു MS, ICC ലെവൽ 1 കോച്ചാണ് അദ്ദേഹം. ഫോമർ കേരള സ്റ്റേറ്റ് പ്ലെയർ, MS ധോണി അക്കാഡമി UAE ഫോമർ സീനിയർ ബാറ്റിംഗ് കോച്ചാണ്. നിലവില് ഹെഡ് കോച്ച് ഓഫ് CR അക്കാഡമി ഗിർദീപം. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യെസ്, ഇപ്പം ഞാൻ ഷൈജു MS എന്ന് പറയുമ്പോൾ തന്നെ സാറിന്റെ പേരിനെ തൊട്ട് താഴെ ഇത്രയും ഐറ്റംസ് വരുന്നുണ്ട് ക്രിക്കറ്റുമായിട്ട് സംബന്ധിച്ച്. സോ എങ്ങനെയാണ് സാറിന് ഈ ഒരു ക്രിക്കറ്റിനോടുള്ള ഒരു ഇഷ്ടം എന്ന് മുതലായിരുന്നു വന്നത്, അല്ലെങ്കിൽ എന്താണ് സാറിന് ക്രിക്കറ്റ് പറഞ്ഞാട്ടെ? ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത്. ഓക്കെ. അത് എല്ലാവരെയും പോലെ തന്നെ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞുള്ള ആ ബൂസ്റ്റ്, നമ്മൾ ക്രിക്കറ്റ് റേഡിയോയിലൂടെ കമൻട്രി കേട്ട് തുടങ്ങുന്ന കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-യിൽ ആദ്യമായി നമ്മൾ ക്രിക്കറ്റ് കാണുന്നു. നമ്മുടെ നാട്ടിൻപുറത്ത് ചേട്ടന്മാരെല്ലാം കളിക്കുന്നു. ആ സമയത്ത് തന്നെ കളിയോടുള്ള ഒരു പാഷൻ തുടങ്ങുകയും അത് ഈ നിമിഷം വരെ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുള്ളതാണ്. അതിനിടയ്ക്ക് എല്ലാവരെയും പോലെ പ്രൊഫഷണൽ ഗല്ലി ക്രിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്ത്, അന്നത്തെ കാലത്ത് കോട്ടയത്ത് CMS കോളേജ് മാത്രമാണ് പ്രൊഫഷണൽ ക്രിക്കറ്റിനൊരു കളിക്കുന്നവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്, സീരിയസ് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഭാഗ്യത്തിന് CMS കോളേജിൽ തന്നെ പഠിക്കാൻ സാധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കോളേജിലുണ്ടായിരുന്ന 5 വർഷമാണ് ശരിക്കും പ്രൊഫഷണൽ ക്രിക്കറ്റിൽ എത്തിപ്പെടാൻ എന്നെ സഹായിച്ചതും. അതിനുശേഷം കോച്ചിങ്ങിലും ഇതുപോലെ ആ എക്സ്പീരിയൻസും അത് കഴിഞ്ഞുള്ള ആ ജേർണി എല്ലാം ബേസിക്കലി CMS കോളേജാണ് ഹെൽപ്പ് ചെയ്തതെന്ന് പറയാം. ഓക്കെ. സോ യെസ്, അപ്പോൾ എന്തായാലും ക്രിക്കറ്റ് ഇങ്ങനെയാണ് സാറിനെ മാറ്റിമറിച്ചത് എന്നുള്ളത് സാറ് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കുമുള്ള ഒരു സംശയമായിരുന്നു, ക്രിക്കറ്റ് എങ്ങനെയാണ് ഒരു കരിയർ സാധ്യത വളർത്തുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഒരു കരിയർ കണ്ടെത്താനായിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്ടം അറിയുന്ന മാതാപിതാക്കളായിക്കോട്ടെ ഇവരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു അക്കാഡമിയിൽ പോയി ചേരുക എന്നുള്ളതാണ്. സോ ഒരു അക്കാഡമിയിലേക്ക് ചേരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഒരു അക്കാഡമി ഒരു കുട്ടിയെ ആ ഒരു ക്രിക്കറ്റ് സാധ്യതയിലേക്ക് അല്ല ഒരു ക്രിക്കറ്റ് എന്നുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വളർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേട്ടറിയാനായിട്ട് പോവുകയാണ് നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ പാട്ടുകൾക്ക് ശേഷം വിശദമായിട്ട് നമുക്കതൊക്കെ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ക്രിക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ഉയരയിൽ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ക്രിക്കറ്റ് എങ്ങനെ ഒരു കരിയറായിട്ട് നമുക്ക് കണ്ടെത്താം. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് പേര് ഈ ഒരു ഇഷ്ടം അതൊരു പ്രൊഫഷനാക്കി മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം ചെലുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പ്രൊഫഷനാക്കി മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് നമുക്ക് എത്തിപ്പെടാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു അക്കാഡമി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഇനിയുള്ള നിമിഷങ്ങളിൽ കേട്ടറിയാനായിട്ട് പോവുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് നമ്മളിലേക്ക് അറിവുകൾ എത്തിക്കാനായിട്ട് കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷൈജു MS. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ICC ലെവൽ 1 കോച്ച്, ഫോമർ കേരള സ്റ്റേറ്റ് പ്ലെയർ, ഫോമർ സീനിയർ ബാറ്റിംഗ് കോച്ച് ഓഫ് MS ധോണി അക്കാഡമി UAE,
ആൻഡ് ഇപ്പോൾ ഹെഡ് കോച്ച് ഓഫ് CR അക്കാഡമി ഗിരിദീപം കളത്തിപ്പടി കോട്ടയം. സർ, നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച്, ക്രിക്കറ്റ് അക്കാഡമിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും എനിക്ക് അറിയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഈ ഒരു ക്രിക്കറ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ആകുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കരിയർ സാധ്യത ക്രിക്കറ്റ് അക്കാഡമി നൽകുന്നത്, ഇവിടെ പോയി ചേരുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രിക്കറ്റിലോട്ട് കടന്നു വരുന്ന ഒരു കുട്ടി അല്ലെ ഒരു പേരൻസിന് ആദ്യം പലർക്കും അതിനൊരു അവയർനെസ് ഉണ്ടാവില്ല, ഇത് എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിലോട്ട് എൻട്രി ആവുക എന്നുള്ളത്. ശരിക്കും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ, അതായത് കേരള ക്രിക്കറ്റിൽ ഒക്കെ നമ്മൾ ഏജ് കാറ്റഗറി ക്രിക്കറ്റിലൂടെയാണ് ഒരാളുടെ പ്രൊഫഷണൽ ക്രിക്കറ്റ് മുന്നോട്ട് പോവുക. അപ്പം ആൺകുട്ടികളാണെങ്കിൽ അണ്ടർ 14 കാറ്റഗറിയിലാണ് പ്രൊഫഷണൽ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അണ്ടർ 16, അണ്ടർ 19 അങ്ങനെയാണ് അവരുടെ ആ കരിയർ പോവുക. ഇപ്പം പെൺകുട്ടികൾക്കാണെങ്കിൽ അണ്ടർ 15 കാറ്റഗറിയിലാണ് പോവുക. അപ്പം നമ്മുടെ അക്കാഡമിയിൽ വരുന്ന ഒരു കുട്ടി, നമ്മൾ ആദ്യം അവരെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഏജ് കാറ്റഗറി ക്രിക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മുടെ ജില്ലാ ടീമുകളാണ് ഒരു ബേസിക്. ആദ്യം ഒരു കുട്ടിയുടെ കരിയർ പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ജില്ലാ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഏത് ജില്ലയിലാണ് കളിക്കുക ആ ജില്ലാ ടീം. ഇപ്പം ജില്ലാ ടീം, സൗത്ത് സോൺ ടീം, കേരള ടീം, പിന്നെ അവിടുന്ന് നാഷണൽ ടീം. ഇതാണ് നോർമലായിട്ടുള്ളൊരു പാത്ത്. അപ്പം നമ്മുടെ അക്കാഡമിയിൽ ഒരു കുട്ടി പ്രൊഫഷണൽ ക്രിക്കറ്റിലോട്ട് എൻട്രി ചെയ്യുമ്പം നമ്മുടെ ഫസ്റ്റ് ഗോള്, സപ്പോസ് ഒരു കുട്ടി 10 വയസ്സിൽ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ വരുന്നു, നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പം നമ്മളുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ആ കുട്ടിയെ അണ്ടർ 14 കാറ്റഗറിയിൽ ഡിസ്ട്രിക്ട് ടീമിലെ സെലക്ഷനിലോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി 10 വയസ്സിൽ വരുമ്പോൾ ഒരു 2-3 ഇയേഴ്സാണ് നോർമലി ആ ഒരു ടൈം കൊണ്ടാണ് ഇവരെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ആ ഒരു ഏജ് കാറ്റഗറിയിലോട്ട് എത്തിക്കാനുള്ള സ്കിൽ ലെവലിൽ എത്തുക. ബോളറായിട്ടാണല്ലോ, ബാറ്ററായിട്ടാണല്ലോ, ക്രിക്കറ്റിൻ്റെ ഏത് സ്കില്ലാണല്ലോ, ഒരു 2-3 ഇയേഴ്സിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പം അത് എയിം വെച്ചിട്ടാണ് നമ്മളവരെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഓരോ ഏജ് കാറ്റഗറിയിലും കഴിയുന്നതനുസരിച്ച് കൂടുതൽ പ്രിപ്പറേഷനും ആ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ചുള്ള കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റിലോട്ടുള്ള സ്കിൽ ലെവലും ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാക്ടീസും മാച്ചസും അതിനുവേണ്ട ഫിറ്റ്നസ് എല്ലാ ആ ലെവലിൽ എത്താനുള്ള എല്ലാ കപ്പാസിറ്റിയും ആ ലെവലിലോട്ട് അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടൊരു അക്കാഡമിയിൽ ചേരണം എന്നുള്ളത് ഇങ്ങനെയാണ്. അപ്പം അവരുടെ ഇതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഡെവലപ്പ് ആക്കുന്നു, അവരുടെ സ്കിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അക്കാഡമി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഇതുപോലെ ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് എത്തിപ്പെടാനായിട്ട് എന്തൊക്കെ കാരണങ്ങൾ വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് അക്കാഡമി ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടറിയുകയാണ് നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. കൂടുതൽ കാര്യങ്ങൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്നത്തെ നമ്മുടെ ചിറക് പോളിഷ് ചെയ്യുന്നത് ക്രിക്കറ്റ് എന്നൊരു പ്രൊഫഷനിലേക്ക്, അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്നൊരു കരിയറിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ ചിറകിനെയാണ്. സോ ഈ ഒരു പോളിഷിംഗ് പ്രോസസ്സിൽ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷൈജു MS, ICC ലെവൽ 1 കോച്ച്, കേരള സ്റ്റേറ്റ് പ്ലെയർ, ഫോമർ സീനിയർ ബാറ്റിംഗ് കോച്ച് ഓഫ് MS ധോണി അക്കാഡമി ആൻഡ് ഹെഡ് കോച്ച് ഓഫ് CR അക്കാഡമി ഗിരിദീപം കളത്തിപ്പടി കോട്ടയം. സാർ, നമ്മൾ ക്രിക്കറ്റ് അക്കാഡമിയെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്രൊഫഷണൽ ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അക്കാഡമിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്കറിയേണ്ടത് ഒരു അക്കാഡമിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കാഡമിയിൽ ഒരു സാധാരണ ട്രെയിനിങ് സെഷനുകൾ എങ്ങനെയായിരിക്കും നടത്തപ്പെടുക? നമ്മുടെ CR അക്കാഡമിയിൽ ഒരു ട്രെയിനിങ് സെഷൻ്റെ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ to 2.5 മണിക്കൂർ വരെയാണ് ഒരു ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് സെഷനിൽ എത്തുന്ന കുട്ടികളെ അവരുടെ ഏജും സ്കില്ലും അനുസരിച്ച് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മളവരെ ഡിവൈഡ് ചെയ്യും. സപ്പോസ് അണ്ടർ 10-ൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അണ്ടർ 12-ൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അണ്ടർ 14-ൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അണ്ടർ 16 ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം ആ ഓരോ ഗ്രൂപ്പിലും ചിലപ്പോൾ നമുക്ക് 10 കുട്ടികൾ, 12 കുട്ടികൾ, അല്ലെ 15 കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഈ ഓരോ ഗ്രൂപ്പിനെയും ഓരോ കോച്ചസ് ആയിരിക്കും ആ സെഷൻ ഹാൻഡിൽ ചെയ്യുക. അപ്പം ആ ഏജ് ഗ്രൂപ്പിന് ആവശ്യമുള്ള സ്കിൽ ലെവൽ അനുസരിച്ചായിരിക്കും അവരുടെ ഫിറ്റ്നസ് ചെയ്യുക. അവരുടെ ബിഗിനേഴ്സ് ആകുമ്പം ചിലപ്പോൾ അവർക്ക് നമുക്ക് സോഫ്റ്റ് ബോളിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പം 16 ഇയറുകാർക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു പ്രാക്ടീസ് സെഷൻ ആയിരിക്കും ഉണ്ടാവുക.
അപ്പം കുട്ടികളുടെ ഏജ് ഗ്രൂപ്പും അവരുടെ സ്കില്ലും, ഏജ് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 12 ഇയർ കുട്ടിക്ക് 14 ഇയർ ഉള്ള ഒരു കുട്ടിയുടെ സ്കിൽ ലെവൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം ബേസിക്കലി പക്ഷേ 14 ഇയർ ഉള്ള ഒരു കുട്ടിക്ക് ചിലപ്പം 12 വയസ്സുകാരുടെ ഒരു ബിഗിനറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പം ഏജും സ്കില്ലും കൂടി നോക്കിയിട്ടാണ് അവരെ ഒരു ഗ്രൂപ്പിലോട്ട് നമ്മൾ വരുന്നതും അവരുടെ ആ ഗ്രൂപ്പിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാമും കോച്ചിങ് അവർക്ക് റെഗുലറായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കോച്ചും ഉണ്ടാവും. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിൽ ഓരോ 6 മന്തിലോ അല്ലെ 1 ഇയറിലോ ഇവരുടെ ഗെയിമിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും ഇവരെ അടുത്ത ലെവലിലോട്ട് അവരുടെ ട്രെയിനിങ് നമ്മൾ ആഡ് ചെയ്യുന്നതും പുതിയ ഗ്രൂപ്പിലോട്ട് എലിവേറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു അക്കാഡമിയിൽ അല്ലേ എങ്ങനെയാണ് അവരെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെക്ഷൻ ഏജ് അതുപോലെ തന്നെ ടാലന്റ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ നിന്ന് അവർക്കുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ്. ഇതുപോലെ ഒരു ട്രെയിനിങ് അക്കാഡമിയിൽ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ ഉയരയിലൂടെ നമ്മൾ കേൾക്കുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. ഇന്നത്തെ ഉയരയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്രിക്കറ്റ് എന്നൊരു പ്രൊഫഷനെ കുറിച്ച് തന്നെയാണ്. പണ്ട് ക്രിക്കറ്റ് ചിലപ്പോൾ നമ്മൾ പറമ്പിൽ കളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇതിനൊരു പ്രൊഫഷനാക്കി മാറ്റാമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം സംശയങ്ങളൊക്കെ മാറ്റി ഒരുപാട് ആളുകൾ ഇതിനൊരു പ്രൊഫഷനാക്കി മാറ്റാനായിട്ട് പലതരത്തിലുള്ള അക്കാഡമീസിൽ പങ്കെടുക്കുന്നുണ്ട്, ചേരുന്നുണ്ട്, ട്രെയിനിങ് സെഷനുകളിൽ അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ അക്കാഡമി ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ക്രിക്കറ്റിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ ചുവടുകളാണ് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷൈജു MS, ICC Level 1 coach, former Kerala State player, former senior batting coach of MS Dhoni Academy UAE and head coach of CR Academy ഗിർദീപം കളത്തിപ്പടി കോട്ടയം. ഷൈജു സാർ, നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാർ മുമ്പേ പറഞ്ഞ് എൻഡ് ചെയ്തത് നമ്മൾ ഏജ് കാറ്റഗറിയും അതുപോലെ തന്നെ ടാലന്റ്, ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ നൽകുന്നു എന്നുള്ള രീതിയിലായിരുന്നേ. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഏജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് ചോദിക്കാനുള്ളത്, ഈ പ്രൊഫഷണൽ കോച്ചിങ് തുടങ്ങാനായിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രായം എന്നുള്ളതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് ഏതായിരിക്കും? നമ്മളിപ്പോൾ CR അക്കാഡമിയിൽ 7 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ ഈ പറമ്പിലുള്ള ക്രിക്കറ്റ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവർക്ക് വെളിയിലെങ്ങും കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വളരെ കുറവാണ്. അപ്പോൾ 7 വയസ്സുള്ള കുട്ടി വന്നിട്ട് നമ്മൾ സീരിയസ് ആയിട്ടൊരു പ്രാക്ടീസിലോട്ടായിരിക്കില്ല 7 വയസ്സുള്ള കുട്ടി ആദ്യം എൻട്രി ആവുക. അവർക്ക് ഓവറോൾ ഗെയിമിനെ പറ്റിയുള്ള അവയർനെസ്സും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് ഒരു 9 വയസ്സ് 10 വയസ്സുള്ള കുട്ടികൾക്കായിരിക്കും ആ സീരിയസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് വെളിയിലെങ്ങും കളിക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് 7 വയസ്സുള്ള കുട്ടികൾ വരുമ്പം തൊട്ട് നമുക്കവരെ പതുക്കെ നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിലോട്ട് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലായിരിക്കും നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. 9 ഇയറുള്ള കുട്ടിയെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല 7 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടിയെ നമുക്ക് ട്രെയിൻ ചെയ്യുക. അത്രയും സീരിയസ് ആയിട്ടായിരിക്കില്ല അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക. അതവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പല കുട്ടികൾക്കും പറ്റണമെന്നില്ല. പക്ഷേ അവരെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മളിപ്പം 7 വയസ്സുള്ള കുട്ടികളെ തൊട്ട് നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 9 വയസ്സാകുമ്പോഴായിരിക്കും അവരെ നമ്മൾ കുറച്ച് സീരിയസ് ട്രെയിനിങ്ങിലോട്ട് കൊണ്ടുവരിക. ആദ്യത്തെ ഒരു 1 ഇയറൊക്കെ കുറച്ചുകൂടി ഒരു ഫൺ കൈൻഡ് ഓഫ് എ പ്രാക്ടീസ് അങ്ങനെയായിരിക്കും. ആദ്യം അവർ ഗെയിം എന്താണെന്ന് അവർ എൻജോയ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഗെയിം എൻജോയ് ചെയ്തിട്ടാണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട് വന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിലോട്ട് ഒരു 7 വയസ്സുള്ള കുട്ടിയെ ഇടുമ്പോൾ ആ കുട്ടിയെ ചിലപ്പോൾ ആ ഗെയിം എൻജോയ് ചെയ്യണമെന്നില്ല. കാരണം പ്രൊഫഷണൽ കോച്ചിങ് എന്ന് പറയുന്നത് കൂടുതലും ടെക്നിക്കാലിറ്റീസാണ്. ഈ ടെക്നിക്കാലിറ്റീസ് 7 വയസ്സുള്ള കൊച്ചിനോട് കൂടുതൽ സംസാരിക്കുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ അത് ഗെയിമിനോട് മടുത്ത് തോന്നും, ഗെയിമിനോട് വെള്ളുള്ള ഇഷ്ടക്കുറവുണ്ടാവും. ആദ്യം നമുക്ക് അവരെ ആ ഗെയിം എൻജോയ് ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ ടെക്നിക്കാലിറ്റിയിലോട്ട് കൊണ്ടുവരിക. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ പറമ്പിലും വഴിയിലും ഒക്കെ ഗെയിം എൻജോയ് ചെയ്യുക ചെയ്തത്, അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കുറവായതുകൊണ്ട് നമ്മൾ 7 വയസ്സുള്ള കുട്ടികളെ തൊട്ട്
നമ്മൾ ഈ ഗെയിമിലോട്ട് ആദ്യം ഗെയിം എൻജോയ് ചെയ്യാൻ അവർക്ക് ആ ഒരു അത് തിരഞ്ഞെടുക്കാനും അത് ശരിക്കും ഇഷ്ടപ്പെട്ട് ചെയ്യാനും പലപ്പോഴും പേരൻസിൻ്റെ താല്പര്യം കൊണ്ടായിരിക്കും കുട്ടികൾ വരിക. അപ്പോൾ അത് പേരൻസ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവും, അപ്പോൾ ഈ കുട്ടിക്ക് ക്രിക്കറ്റ് കളിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോൾ വരുമ്പോഴേ അക്കാഡമിയിൽ വെച്ചിട്ടൊരു സീരിയസ് സെഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവരത് അഡോപ്റ്റ് ചെയ്യണമെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് 7 വയസ്സുള്ള കുട്ടികൾ തൊട്ട് നമ്മളവരെ ട്രെയിൻ ചെയ്യാൻ നമ്മൾ വില്ലിങ് ആണ്. നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ ചെറിയ പ്രായത്തിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് വേണ്ട പോലെ അവരെ മോൾഡ് ചെയ്ത് അവരെ കൊണ്ടുവരാൻ പറ്റും. ഈ ലേറ്റ് ബ്ലൂമേഴ്സും വരാനുള്ള സാധ്യത കൂടുതലായിരിക്കുമല്ലോ. അതായത് 7 വയസ്സിൽ വരുവാണെങ്കിൽ സാറ് പറഞ്ഞു മോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് ഈസി ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ പ്രായം കഴിഞ്ഞിട്ട് ഇപ്പം അണ്ടർ 14 അണ്ടർ 17 ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അതിനുശേഷം എനിക്ക് ഇതിനകത്ത് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 20 ഏജ് ഒക്കെ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ്, ടീനേജ് അല്ല, ഒരു 19 to 20, 21 ആ ഏജിലുള്ളവരൊക്കെ വരാറുണ്ടോ അക്കാഡമിയിൽ സാധാരണ? വരാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു സ്റ്റെപ്പ് അനുസരിച്ച് വളരെ ലേറ്റായിട്ട് ക്രിക്കറ്റിൽ വരുന്ന ആൾക്കാർക്ക് ആ കരിയർ ഗ്രോത്ത് കിട്ടുവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു പാഷൻ എന്ന പോലെ ക്രിക്കറ്റ് കളിക്കാനുള്ള ഇഷ്ടം കൊണ്ട് വരുന്നവർക്കും ക്ലബ് ക്രിക്കറ്റ് എൻജോയ് ചെയ്യേണ്ടവർക്കും ഒക്കെ അത് നമ്മൾ സജസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ 20 വയസ്സിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ട സമയം. അപ്പോൾ നമുക്ക് അവരെ അങ്ങനെ നമുക്ക് അഡ്വൈസ് ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോഴേ ഇനിയിപ്പോൾ അറിയേണ്ടത്, ഇപ്പം സാറ് പറഞ്ഞു ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീമിൽ മത്സരിക്കണമെന്ന് താല്പര്യമുള്ളവർ ചെയ്യേണ്ട ചില പ്രോസസ്സ് ഉണ്ട്. എങ്ങനെയാണ് അവരത് ചെയ്യേണ്ടത്, എത്ര വയസ്സിൽ എന്ത് കാര്യം ചെയ്യണം എന്നുള്ളത് അറിയാനായിട്ട് ഇപ്പോൾ ഒരാഗ്രഹം എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. എന്താ ഇപ്പോൾ ചെയ്യേണ്ടേ എന്നുള്ളൊരു സംശയം. എന്തായാലും അതിനുള്ള ഉത്തരം പാട്ടുകൾക്ക് ശേഷം ഷൈജു സാറ് പറയുന്നതായിരിക്കും. അപ്പോൾ കേൾക്കാൻ മറക്കണ്ട. ഇത് സർഗക്ഷേത്ര 89.6 FM ഡോൺ മിസ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇനി ഒരു അടിപൊളി പാട്ടിലേക്ക്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷൈജു MS, ICC Level 1 coach, former Kerala State player, former senior batting coach of MS Dhoni Academy UAE and head coach of CR Academy ഗിർദീപം, കളത്തിപ്പടി, കോട്ടയം. സാർ, നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെഷനെ കുറിച്ച് അല്ലെങ്കിൽ അക്കാഡമിയിൽ പോയി ക്രിക്കറ്റ് പഠിക്കുന്നതിനെ കുറിച്ച്, ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇനിയിപ്പം അറിയേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. അതായത് ഒരു ലേറ്റ് ബ്ലൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കുറച്ച് പ്രായമായി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് വരണമെന്ന് താല്പര്യപ്പെട്ട് വന്നാൽ ഒരു പക്ഷേ കയ്യിൽ നിന്ന് നമ്മുടെ ഓപ്ഷൻ പോകാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഒന്ന് പറയും. ഇപ്പം നമ്മൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത് പറഞ്ഞു പഠിക്കാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം അണ്ടർ 16 അണ്ടർ 14 അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ളത് സിമ്പിളായിട്ടൊന്ന് വിശദീകരിക്കാമോ? ബോയ്സിനും ഗേൾസിനും ഏജ് കാറ്റഗറിയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ. നമുക്ക് ആദ്യം ബോയ്സിന് അണ്ടർ 14 കാറ്റഗറിയിലാണ് തുടങ്ങുന്നത്. അത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു അക്കാഡമിയിൽ വരുന്ന ഒരു കുട്ടി 10 വയസ്സൊക്കെ 9 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ ഈ അണ്ടർ 14 കാറ്റഗറിയിൽ ഡിസ്ട്രിക്ട് ലെവൽ ട്രയൽസിന് പങ്കെടുപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർ 14 കാറ്റഗറി, അണ്ടർ 14 ഒരു 13 വയസ്സുള്ള കുട്ടിയും 12 വയസ്സുള്ള കുട്ടികളോ 13 വയസ്സുള്ള കുട്ടികളോ ഒക്കെ ഈ അണ്ടർ 14 കാറ്റഗറിയിൽ ഡിസ്ട്രിക്ട് ടീമിൽ സെലക്ഷൻ കിട്ടുകയും ഡിസ്ട്രിക്റ്റിന് ശേഷം ആ ഒരു ഇപ്പം സൗത്ത് സോൺ, സെൻട്രൽ സോൺ, നോർത്ത് സോൺ എന്നൊക്കെ കേരളത്തെ 3 സോണായിട്ട് തിരിച്ചിട്ടാണ് പിന്നെ അടുത്ത ലെവല് അവരുടെ കോമ്പറ്റീറ്റീവ് മാച്ചസ് വരുന്നത്. ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് നല്ല പെർഫോമൻസ് ഉള്ളവർ ഇപ്പം സൗത്ത് സോൺ, സെൻട്രൽ സോൺ, നോർത്ത് സോൺ എന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 3 സോണുകളും തമ്മിൽ അടുത്ത ലെവൽ മാച്ച് വരും. ഈ 3 സോണുകൾ തമ്മിലൊക്കെ കളിക്കുന്ന അതിലെ പെർഫോമൻസ് വരുമ്പോഴാണ് കേരള ടീം ഉണ്ടാകുന്നത്. അതായത് അണ്ടർ 14 കേരള ടീം ഉണ്ടാകും. അതായത് ഒരു കുട്ടി അണ്ടർ 14 ജില്ലാ ടീമിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ അയാൾക്ക് സോൺ ടീമിലോട്ട് കിട്ടുന്നു. സൗത്ത് സോൺ ടീം, ഇപ്പോൾ കോട്ടയം ആണെങ്കിൽ സൗത്ത് സോണിലായിരുന്നു വരുന്നത്. അപ്പം നമ്മൾ സൗത്ത് സോണിലോട്ട് സെലക്ഷൻ കിട്ടുന്നു. ഈ സൗത്ത് സോണും സെൻട്രലും നോർത്തും ഒക്കെ ആയിട്ടുള്ള സെലക്ഷൻ മാച്ചുകളിൽ പെർഫോം ചെയ്യുമ്പോഴാണ് ഇവർക്ക് സ്റ്റേറ്റ് ടീമിലോട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു കുട്ടി അണ്ടർ 14 സ്റ്റേറ്റ് ടീം വരെ എത്തി. അപ്പോൾ സപ്പോസ് ഈ വർഷം അണ്ടർ 14 ആ കുട്ടിയുടെ ലാസ്റ്റ് ഇയർ ആണെങ്കിൽ അണ്ടർ 14 കാറ്റഗറി കഴിഞ്ഞു, ഈ വർഷം സ്റ്റേറ്റ് കളിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇയറിൽ ആ കുട്ടിക്ക് അണ്ടർ 16 കാറ്റഗറിയിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ 15-ാമത്തെ വയസ്സിൽ ആ കുട്ടി അണ്ടർ 16 കാറ്റഗറിയിലെ സെയിം പ്രോസസ്സിലൂടെ പോകും. അത് അണ്ടർ 16 കളിച്ചു കഴിഞ്ഞു, അണ്ടർ 16 സ്റ്റേറ്റ് ടീം വരെ കളിച്ചു കഴിഞ്ഞ ഒരു കുട്ടി
അതിനടുത്ത വർഷം തൊട്ട് അണ്ടർ 19 കാറ്റഗറിയിലോട്ട് പോകും. അതാണ് നമ്മൾ കേൾക്കുന്ന അണ്ടർ 19 ഇന്ത്യൻ ടീം എന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അണ്ടർ 19 ഇന്റർ സ്റ്റേറ്റ് മാച്ചുകളിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് ഈ അണ്ടർ 19 ഇന്ത്യൻ ടീമിലൊക്കെ എത്തുന്നത്. കേരളത്തിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ അണ്ടർ 19 ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടുണ്ട്. അത് ഒരു വലിയൊരു ബെഞ്ച് മാർക്കാണ്. ഈ അണ്ടർ 19 കാറ്റഗറിയാണ് നമ്മൾ ക്രിക്കറ്റേഴ്സിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങുന്നത്. അണ്ടർ 19 കഴിഞ്ഞാൽ ഇപ്പോൾ അണ്ടർ 23 കാറ്റഗറി ഉണ്ട്, സീനിയർ കാറ്റഗറി ഉണ്ട്. ആ ലെവലിലൊക്കെയുള്ള ഈ 19 കഴിഞ്ഞു തൊട്ടുള്ള പെർഫോമൻസുകളാണ് ഇവരെ പലപ്പോഴും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന രഞ്ജി ട്രോഫിയിലോട്ട് ഇവർക്കുള്ള സെലക്ഷനിൽ എത്തിപ്പെടുന്നത്. ഈ രഞ്ജി ട്രോഫിയിൽ എത്തുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഗോളായിട്ട് പലരുടെയും മുമ്പിലുള്ളത്. അതൊരു ഒരു സക്സസ്സായി നമ്മളൊരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റർ എന്ന് പറയാൻ പറ്റും നമുക്ക്. ആ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പം പുതിയ ഈ KPL അങ്ങനെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ലേറ്റായിട്ട് വരുന്നവർക്കും ഈ ഓപ്ഷൻസൊക്കെ KPL പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ അവരുടെ സ്കില്ല് അവർക്ക് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് പിന്നെയും ഓപ്പർച്യൂണിറ്റി ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ സാർ, ഇപ്പം ബോയ്സിനെ പറഞ്ഞു, ഇനിയിപ്പം ഗേൾസിനും ഒരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു ഏജ് ഗ്രൂപ്പിൽ. അപ്പം അതെങ്ങനെയാണ്? ഗേൾസിനൊരു ചെറിയ വ്യത്യാസമാണ്. ബോയ്സിൻ്റെ അണ്ടർ 14 പകരം ഗേൾസിന് അണ്ടർ 15 ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ അണ്ടർ 19 അണ്ടർ 23 ഒക്കെ ഏജ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് പോകുന്നത്. ഇപ്പം ഗേൾസിന് ഇപ്പം WPL ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ അവർക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പെൺകുട്ടികൾ ക്രിക്കറ്റിലോട്ട് വരുന്നതുകൊണ്ട് അവർക്ക് ആൺകുട്ടികളെക്കാളും കുറച്ചുകൂടി എളുപ്പവുമാണ് പ്രൊഫഷണൽ കരിയർ അച്ചീവ് ചെയ്യാൻ. കോമ്പറ്റീഷൻ കുറച്ചുകൂടി കുറവാണ്. സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് ആ ലെവലിൽ എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു സാധ്യത കൂടുതലാണ്, അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്ന് പറയുമ്പോൾ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെൺപുലികൾക്ക് എങ്ങനെയാണ് ഒരു പരിശീലനം കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടറിയണം. അപ്പം എന്തായാലും അത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം ഉയരയിലൂടെ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. ഇന്ന് ഉയരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് എന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. അവിടെ എങ്ങനെ നമ്മുടെ പ്രൊഫഷനിലേക്ക് നമുക്ക് കണ്ടെത്താം എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷൈജു MS, ICC ലെവൽ 1 കോച്ച്, ഫോർമർ കേരള സ്റ്റേറ്റ് പ്ലെയർ, ഫോർമർ സീനിയർ ബാറ്റിംഗ് കോച്ച്, CR അക്കാഡമി ഗിർദീപം ഹെഡ് കോച്ച്. സാർ, നമ്മളിങ്ങനെ ക്രിക്കറ്റിനെ പ്രൊഫഷനാക്കി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട്. അപ്പം അവരിലേക്ക് നമ്മൾ ഓരോ അറിവുകളും ഓരോ കാര്യങ്ങളും ഓരോ ഇൻഫർമേഷൻസും നമ്മളിങ്ങനെ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ ഈ ഗേൾസിനെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഒരു സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നത് എന്നുള്ളത് പറഞ്ഞപ്പോൾ ചെറിയൊരു ഏജ് കാറ്റഗറിയിൽ വരുന്ന ഒരു വ്യത്യാസമാണ് അവരുടെ ഒരു പ്രോസസ്സിൽ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. ഇനി ഇപ്പോൾ അവരുടെ ട്രെയിനിങ് പ്രോസസ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ്, എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ? എന്താണ് സാറിന് ഒരു അക്കാഡമി ഹെഡ് കോച്ച് എന്ന നിലയിൽ പറയാനായിട്ടുള്ളത്? പെൺകുട്ടികളുടെ ട്രെയിനിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അവരുടെ ഫിറ്റ്നസ് ലെവലാണ്. ആൺകുട്ടികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏത് ഗെയിമിലും എന്ന പോലെ തന്നെ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ അത്രയും സ്ട്രെങ്ത് നോർമലി കാണാറില്ല. അപ്പോൾ അത് നമ്മൾ കൂടുതൽ നമ്മുടെ ട്രെയിനിങ് സെക്ഷനുകളിൽ ഫിറ്റ്നസ്സിന് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും പെൺകുട്ടികളുടെ ട്രെയിനിങ് സെഷൻസ് നമ്മൾ ചെയ്യും. ഓക്കെ സാർ, അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ അക്കാഡമിയിലെ പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അക്കാഡമിയിലെ ട്രെയിനിങ് സെഷനെ കുറിച്ച് നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ അറിയാനായിട്ട് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു ടേമാണ് ഈ നെറ്റ് സെഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ നെറ്റ് സെഷൻ? എന്താണ് ഈ നെറ്റ് സെഷനിൽ സാധാരണ എത്ര കുട്ടികളായിരിക്കും ഉണ്ടാവാറുള്ളത്? നെറ്റ് സെഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു അക്കാഡമിയിൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവർക്ക് കുറച്ച് ഫിറ്റ്നസ് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഫീൽഡിംഗ് പ്രാക്ടീസ് ഒക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാറ്റിങ്ങും ബോളിങ്ങും ആണല്ലോ ക്രിക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്കില്ലെന്ന് നമ്മൾ പറയുന്നത്. അപ്പം അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെഷനാണ് ഈ നെറ്റ് സെഷൻ എന്ന് പറയുന്നത്. ഒരു പിച്ചിൽ ഒരു നെറ്റ്സിൽ ഒരു കോച്ചും 10 to 15 കിഡ്സും ആയിരിക്കും നോർമലി ഉണ്ടാവുക. അതിൽ കൂടുതൽ ഉണ്ടാവാറില്ല. നോർമലി അത് അത്ര എളുപ്പമല്ല. 15 കുട്ടികളിൽ കൂടുതലൊക്കെ നമ്മൾ ഒരു നെറ്റ്സിൽ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പം അതിനകത്ത് ഇപ്പോൾ 2 പേര് ബാറ്റ് ചെയ്യുന്നു, അപ്പം വേറെ 6-7 പേര് ബോൾ ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിട്ടുള്ള അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിലാണ് നമ്മളൊരു നെറ്റ് സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഈ നെറ്റ് സെഷൻ എങ്ങനെയാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു ഗ്രോത്തിന് എങ്ങനെയായിരിക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും?
ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്ക് തൊട്ട് ശരിക്കും ഫിറ്റ്നസ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കാറുണ്ട്. നേരത്തെ ഒരു കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ 14-15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിറ്റ്നസ്സിനെ പറ്റിയൊക്കെ കൂടുതൽ ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഈവൻ ഒരു 12 ഇയർ തൊട്ടൊക്കെ തന്നെ കുട്ടികൾക്ക് ലൈറ്റായിട്ടുള്ള വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ വളരെ ചെറിയ പ്രായത്തിൽ നമുക്കറിയാം അണ്ടർ 14 കാറ്റഗറിയിൽ എത്തുന്ന ഒരു കുട്ടിക്ക് ആ 14 വയസ്സാകുമ്പോഴത്തേക്കും എത്തേണ്ട ഒരു സ്ട്രെങ്തും വളരെ ആവശ്യമാണ് ആ ലെവലിൽ പെർഫോം ചെയ്യാൻ. അപ്പം നമുക്കൊരു 12 വയസ്സുള്ള കുട്ടികളെ തൊട്ട് ഈ ഫിറ്റ്നസ് ലെവലിൽ നമ്മളവരെ വർക്ക് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞാനേ ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് ഇപ്പം സാറ് പറഞ്ഞു നമുക്ക് സാധാരണ ഈ ഒരു ക്രിക്കറ്റ് മേഖലയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്കില്ല് എന്താണ്, ബാറ്റിംഗ് ആൻഡ് ബൗളിംഗ് എന്നുള്ളതാണ്. ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടിനെയും ഒരു ത്രാസിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് ആൻഡ് സ്കില്ല് ഏതിനായിരിക്കും തട്ട് താണിരിക്കേണ്ടത് ഒരു സാറിനെ സംബന്ധിച്ചിടത്തോളം? അത് ഒരുമിച്ചിരിക്കണം രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഫിറ്റ്നസ് ഉള്ള ഒരാൾക്ക് ആ സ്കിൽ ലെവൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കതിനെ മാറ്റി വെക്കാവുന്ന ഒരു കാര്യമല്ല, രണ്ടും ഒരുപോലെ തന്നെ വേണം. ഒരു കോയിന്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് പോലെ. യെസ്, അപ്പം ഫിറ്റ്നസ്സും ഇമ്പോർട്ടൻ്റ് ആണ്, സ്കില്ലും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു സ്കില്ലിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പം ക്രിക്കറ്റ് എന്നുള്ളൊരു പ്രൊഫഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു സ്കില്ലിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെയാണ് ഒരു അക്കാഡമി ഡെവലപ്പ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഹെഡ് കോച്ച് ഓഫ് CR അക്കാഡമി ഗിരിദീപം ഷൈജു MS. 89.6 FM സർഗക്ഷേത്ര. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷൈജു MS, ICC Level 1 കോച്ച്, ഫോമർ കേരള സ്റ്റേറ്റ് പ്ലെയർ, ഫോമർ സീനിയർ ബാറ്റിംഗ് കോച്ച് ഫ്രം MS ധോണി അക്കാഡമി UAE ആൻഡ് ഹെഡ് കോച്ച് ഓഫ് CR അക്കാഡമി ഗിരിദീപം കളത്തിപ്പടി കോട്ടയം. ഇത്രയും ഒരു ഡെസിഗ്നേഷൻ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേട്ടറിയാം അല്ലെങ്കിൽ മനസ്സിലാക്കാനാണ് സാധിക്കും ഇന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് ഉയരെ. ആൻഡ് ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്രിക്കറ്റിനെ കുറിച്ചാണ്. ഒരു ക്രിക്കറ്റ് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം സാർ, നമ്മൾ ഒരുപാട് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനിയിപ്പം ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു അക്കാഡമിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ അക്കാഡമിയിൽ വ്യക്തിപരമായിട്ടുള്ളൊരു ട്രെയിനിങ് സെഷനാണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സെഷനാണോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുള്ളത്? അല്ലെങ്കിൽ ഏതായിരിക്കും ഒരു ഇൻഡിവിജ്വലിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? ഏത് തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും? രണ്ട് സെക്ഷൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗ്രൂപ്പ് ട്രെയിനിങ്ങും ഇൻഡിവിജ്വൽ സെക്ഷൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കുട്ടികളുടെ നിലവിലുള്ള സ്കിൽ ലെവൽ അനുസരിച്ചാണ് നമ്മളത് കൂടുതൽ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ സെക്ഷൻസ് ആവശ്യമുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ബാറ്റിങ് അല്ലെങ്കിൽ ബോളിങ്, ഇങ്ങനെയുള്ള ഏരിയകളിൽ ഇപ്പോൾ ഒരാൾ നല്ല ബാറ്റിംഗ് ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അയാൾക്ക് ബാറ്റിംഗ് കോച്ച് കുറച്ച് കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കുകയും ബാറ്റിങ്ങിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ട. അപ്പം ഗ്രൂപ്പ് സെക്ഷൻ്റെ കൂടെ തന്നെ നമ്മൾ അവരുടെ ഇൻഡിവിജ്വൽ സെഷൻസും ചെയ്താണ് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ബോളിംഗ് ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് അവരുടെ ഗ്രൂപ്പ് സെഷൻ്റെ കൂടെ തന്നെ അവർ ബോളിംഗ് കോച്ചിൻ്റെ അടുത്ത് ബോളിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു ഗ്രോത്ത് അനുസരിച്ച്, ഏജും ഗ്രോത്തും ഒക്കെ അനുസരിച്ച് ഇത് ഏത് ഏജിലാണ് കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ അവരെ സജസ്റ്റ് ചെയ്ത് ഓരോ ഇതിലോട്ട് നമ്മളവരെ കടത്തിവിടുക. ഓക്കെ സാർ, അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ സ്കിൽ എന്ന് നമ്മളിപ്പം സാറ് പറയുന്നുണ്ട്, ഇപ്പം സ്കിൽ മനസ്സിലാക്കി നമ്മൾ അവർക്ക് വേണ്ട വിധം അവർക്ക് ട്രെയിനിങ് സെഷൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം ബാറ്റിംഗ് ആൻഡ് ബൗളിംഗ് എന്നുള്ളതല്ലാതെ എന്തൊക്കെ തരത്തിലുള്ള ഒരു സ്കില്ലാണ് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവാനായിട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റർ ആവാനായിട്ട് പ്രൊഫഷനായിട്ട് ഇത് തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടത്? ഇപ്പം കുട്ടി ആയിക്കോട്ടെ, ഇപ്പം ചില കോഴ്സുകളിൽ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ ഈ ഒരു ഇതിനാവശ്യമാണ്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഈ ഒരു ജോലിക്ക് ആവശ്യമാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ചില കൈൻഡ് ഓഫ് ഒരു സ്കിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ ഒരു ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് വേണ്ടത് എന്തൊക്കെയായിരിക്കും? ബേസിക്കലി നമ്മൾ പറയുന്നത്
ഒരു സ്പോർട്സിലോട്ട് വരുന്ന ഒരാൾക്ക് നല്ലൊരു റൊട്ടീൻ ഉണ്ടാവണമെന്ന് നമ്മൾ പറയുക. ഓക്കെ. അപ്പം നമ്മൾ ഏത് പ്രൊഫഷണൽ സ്പോർട്സിൽ വന്നാലും ആ റുട്ടീൻ പിന്തുടരുമ്പോഴാണ് നമുക്ക് ആ കരിയറിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്രിക്കറ്റിൽ വരുമ്പോഴും അവർ പാഷനേറ്റ് ആയിരിക്കണം, അവർ കോച്ചബിൾ ആയിരിക്കണം, അവർ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇത് എല്ലാ ക്വാളിറ്റികളും ഉള്ള ഒരാളാണ് നമ്മൾ വിചാരിക്കുന്ന ഈ അടുത്ത ലെവലിലോട്ട് പോകുന്ന കുട്ടികളെന്ന് പറയുന്നത്. അതിലൊരു കോച്ചിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളുണ്ട്. നമ്മുടെ അടുത്ത് ചെറിയ പ്രായത്തിൽ കിട്ടുന്ന ഒരു കുട്ടിയെ അവരെ മോൾഡ് ചെയ്യുന്നതിൽ, അവർക്കൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, ഈവൻ അവരുടെ ഫുഡ്, അവരുടെ ഡയറ്റ്, അല്ല അവരുടെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ കയ്യിൽ വരുന്ന ഒരു കുട്ടി ചിലപ്പോൾ 9 വയസ്സ് 10 വയസ്സിൽ വരുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ഓരോ കുട്ടികളും ഡിഫറൻ്റായ സിറ്റുവേഷനിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് ഓരോ കുട്ടിക്ക് എന്താണ് കുറവുള്ളത് എന്ന് മനസ്സിലാക്കി ആ ഏരിയകളിൽ നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്യണം. ക്രിക്കറ്റിന് വെളിയിലോട്ട് അവരുടെ ആക്ടിവിറ്റികളിൽ അവരുടെ ഫോക്കസ് ഇല്ലെങ്കിൽ അതിലെങ്ങനെ, ഇപ്പം നമ്മളെല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത് കളിക്കുന്നൊപ്പം നന്നായിട്ട് പഠിക്കണം. അപ്പം ഈ ഒരു ഏജിൽ നമ്മൾ അവർക്ക് ഒരു എയിം മുമ്പോട്ട് വെക്കുകയാണ്, നിങ്ങൾ കളിക്കുന്നൊപ്പം നന്നായിട്ട് പഠിക്കുകയും വേണം. അപ്പം നന്നായിട്ട് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് വേണം. നല്ല സ്ട്രെങ്ത് വേണമെങ്കിൽ നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കണം. അപ്പം നമ്മളുടെ അടുത്ത് വരുന്ന കുട്ടികളെ ഓവറോൾ നമ്മൾ അവരെ മെൻറ്റർ ചെയ്തുകൊണ്ടാണ് അവരെ നമ്മൾ അടുത്ത ലെവലിലോട്ട് എത്തുക. അവരുടെ ഫുഡ് വരെ നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു കുട്ടിക്ക് അവരുടെ ഏജ് അനുസരിച്ചുള്ള സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമ്മൾ അവർ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് ഈ കുട്ടി ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ പറയും, നിനക്ക് ക്രിക്കറ്റർ ആവണമെങ്കിൽ നീ നന്നായിട്ട് ഭക്ഷണം കഴിച്ചേ പറ്റൂ. അപ്പം അങ്ങനെ കുട്ടികൾ ഭക്ഷണം കഴിച്ചു തുടങ്ങും. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മളൊരു ഹോംവർക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ക്രിക്കറ്റിലും കുറേ ഹോംവർക്കുകളുണ്ട്. അപ്പം നമ്മൾ കുറേ ബാറ്റിംഗ് ഡ്രിൽസോ ബോളിംഗ് ഡ്രിൽസോ കുറേ കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് ഇവിടെ ചെയ്യാൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു കുട്ടി ശരിക്കും പറഞ്ഞാൽ അവർക്ക് പഠിത്തം കഴിഞ്ഞാൽ ഇതിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്യണമെന്ന് കുട്ടികളോട് പറയുകയും നമ്മൾ സെഷൻ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നീ പഠിച്ചോന്നും കൂടെ ചോദിക്കുകയും കൂടെ ചെയ്യും. അപ്പം അത് ഓവറോൾ നമ്മൾ അവരുടെ കരിയറിനെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഞാനേ ഇതിപ്പം സാറ് പറഞ്ഞപ്പം ഞാൻ മാതാപിതാക്കളെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. അവരുടെ പങ്ക് ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇമ്പോർട്ടൻസ് ഓഫ് പേരൻസ് ഈ ഒരു ട്രെയിനിങ് സെഷൻ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുന്നവർ കുട്ടികളുടെ ലൈഫിൽ എത്രമാത്രമാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം എന്നുള്ളത് പാട്ടിന് ശേഷം നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷൈജു MS, ഹെഡ് കോച്ച് ഓഫ് CR അക്കാഡമി ഗിരിദീപം കളത്തിപ്പടി, ICC Level 1 കോച്ച്, ഫോമർ കേരള സ്റ്റേറ്റ് പ്ലെയർ ആൻഡ് ഫോമർ സീനിയർ ബാറ്റിംഗ് കോച്ച് ഓഫ് MS ധോണി അക്കാഡമി UAE. സാർ, നമ്മൾ ക്രിക്കറ്റ് എന്ന മേഖലയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അറിയേണ്ട ഒരു കാര്യം, സാറ് തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ചില സമയങ്ങളിൽ ഈ കുട്ടികൾ വരുന്നത് 2 തരത്തിലായിരിക്കും. ഒരു പക്ഷേ പേരൻസിന് ഇതിനോടുള്ള ഒരു അഭിനിവേശം, ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും കുട്ടികളെ ഈ ഒരു അക്കാഡമിയിൽ കൊണ്ടു ചേർക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കും മാതാപിതാക്കളെ നിർബന്ധം പിടിച്ച് എനിക്കിവിടെ ചേരണം എന്നുള്ളൊരു നിർബന്ധത്തിൽ വരുന്നത്. ഇങ്ങനെ 2 തരത്തിലും കുട്ടികൾ വരാറുണ്ട്, ജോയിൻ ചെയ്യാറുണ്ട്, സാധ്യത ഉണ്ട് ഇങ്ങനെ വരാനായിട്ട്. അപ്പം എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റേജിൽ പേരൻസിനൊരു കൺസേൺ ഉണ്ടാവും, നീ ഇങ്ങനെ കളിച്ചു നടന്നോ, നിന്റെ പഠിത്തം നീ നോക്കണ്ട എന്ന് പറയാനുള്ള ഒരു പേരൻസ് ചിലപ്പോൾ ഒരു ടെംപ്ടേഷൻ, അല്ലെങ്കിൽ അവരങ്ങനെ പറയാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ സാറിനോട് വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, സാറേ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല ഭാവി വല്ലതും ഉണ്ടോ, ഒരാശങ്ക ഉണ്ടായിരിക്കും അവർക്ക്. അവരുടെ എല്ലാവരുടെ ഉള്ളിൽ എന്താണ് ഇതിന്റെ ഭാവി, വീട്ടിൽ വല്ലതും വന്ന് പഠിക്കുന്നുണ്ടോ, പഠനം നമ്മൾ നമ്മുടെ ഹോംവർക്ക് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടത് ഈ കുട്ടികളിപ്പം ഹോംവർക്ക് ചെയ്യുന്നില്ല, ഇത് മൊത്ത സമയത്ത് കളിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പേരൻസിന്റെ വാചകങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അതേസമയം പേരൻസ് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കുട്ടിയുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് എത്രമാത്രം ഇമ്പോർട്ടൻസ് നൽകണം, അല്ലെങ്കിൽ അവരെത്രമാത്രം ശ്രദ്ധ പുലർത്തണം എന്നുള്ളൊരു കാര്യം എനിക്കൊന്ന് സാറ് ഡെയിലി കേൾക്കാറുണ്ടായിരിക്കും. ഈ ഒരു പേരൻസിന്റെ കൺസേൺ, അവരുടെ ഒരു ആശങ്ക, അതിനെങ്ങനെയാണ് സാർ ഉത്തരം നൽകാറുള്ളത്? എങ്ങനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോടും മാതാപിതാക്കളോടും സാറിന് എന്താണ് പറയാനായിട്ടുള്ളത്? തീർച്ചയായും പേരൻസ് ആണ് സത്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നതിനകത്ത്.
പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളിൽ നല്ലൊരു പെർസെൻറ്റേജും, കാരണം അവർ വളരെ ഏർലി സ്റ്റേജിലാണ് നമ്മുടെ അടുത്തോട്ട് പ്രാക്ടീസിന് വരുന്നത്. അപ്പോൾ അത് പലപ്പോഴും പേരൻസ് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെയായിരിക്കും കൂടുതൽ ആൾക്കാരും ഇതിലോട്ട് വരുന്ന കുട്ടികൾ വരിക. കാരണം 9 years 10 years എന്നൊക്കെ പറയുമ്പം കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒരു അത്ര അവയർനെസ് ഒന്നുമില്ല. അപ്പം പേരൻറ്റ് നേരത്തെ കളിച്ചിട്ടുണ്ടാവും, അപ്പം അവർക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. അടുത്ത ലെവലിലോട്ട് കളിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കും. അപ്പം അവരുടെ മക്കളെ കളിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും പലരും ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇപ്പോൾ ചോദിച്ച പോലെ കുറേ കൺസേൺസ് അവർക്കുണ്ട്. ഒന്ന്, എൻ്റെ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഏറ്റവും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ വന്ന് ജോയിൻ ചെയ്ത് 1 week 2 weeks കഴിയുമ്പോഴത്തേക്കും പേരൻസിന് ആ ഒരു ടെൻഷൻ വരും. സാറേ അവൻ കൊള്ളാവോ, അല്ലെ അവൾക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊരു ടെൻഷൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇഞ്ചുറി വരുമോ. ക്രിക്കറ്റ് ബോൾ വളരെ ഹാർഡായിട്ടൊരു ബോളാണ്. അപ്പം ഈ 10 വയസ്സോ 11 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഇതിൽ കളിക്കുമ്പം അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി വരുമോ എന്നുള്ള വലിയൊരു കൺസേൺ ഉണ്ട്. ഈ 2 കൺസേണാണ് ഈ ചെറിയ പ്രായത്തിൽ ഏറ്റവും ആദ്യം വരിക. ഈ പഠിത്തവുമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വലുതാകുന്നതനുസരിച്ചാണ് വരിക. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഈ സെലക്ഷനുമായിട്ടുള്ള ബന്ധങ്ങൾ വരിക. അപ്പം ഒരു കുട്ടി 10 വയസ്സിൽ വരുന്ന കുട്ടിയുടെ ആദ്യത്തെ കൺസേൺ ഇഞ്ചുറി ഒരു കൺസേണാണ്. പിന്നെ ഇവൻ അതിന് കേപ്പബിൾ ആണോ, അല്ലെ അവൾ അതിന് കേപ്പബിൾ ആണോ, സാറേ നമ്മളത് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ, ഇവർക്ക് പറ്റുമോ എന്നുള്ളത്. ഈ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഒരു ഏർലി സ്റ്റേജിൽ നേരിടുക. അതിനകത്ത് ആദ്യത്തെ സ്റ്റേജിൽ കേപ്പബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഏതൊരു 10 വയസ്സുള്ള കുട്ടിക്കും നമ്മൾ ആ പ്രോസസ്സിലൂടെ പോവുകയാണെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളൊരു നല്ല റൊട്ടീനിലൂടെ നല്ലൊരു കോച്ചിങ് ഇതിലൂടെ അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതൊരു 2-3 years കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ കുട്ടി അടുത്ത ലെവലിലോട്ട് കളിക്കുമോ, അല്ലെങ്കിൽ സ്കിൽ ലെവൽ എങ്ങനെയാണ്. ചിലർ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യും, ചിലർ കുറച്ച് സ്ലോ ആയിട്ട് അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഒരു കോച്ചസിൻ്റെ കുട്ടികളുടെ ഇതും കോച്ചസിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള ഒരു എഫർട്ടും ഒക്കെ കൂടിയാണ്. നമ്മൾ പേരൻസിനെ മനസ്സിലാക്കി ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും. ചിലർ നല്ല ബാറ്ററായിരിക്കും, ചിലപ്പോൾ ചിലർ ബോളറായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ലൊക്കെ ഇവർക്ക് സാധാരണ ഏത് കുട്ടിക്കും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചുറി എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ നമ്മൾ ഒരിക്കലും വളരെ ഹാർഡ് ബോളിൽ കളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇനിഷ്യലി അവരതിൽ പ്രിപ്പയർഡ് ആവുന്നവരെ നമുക്കൊരു കോൺഫിഡൻസ് ആവുന്നവരെ അവരെ പലപ്പോഴും നമ്മളെ ട്രെയിനിങ് സെഷൻസ് സോഫ്റ്റ് ബോളിലായിരിക്കും. അവർക്കൊരു ഇഞ്ചുറി ഉണ്ടാവാതെ അവരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ജൂനിയർ ലെവൽ കുട്ടികളെ നമ്മൾ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പഠിത്തം എന്നുള്ളത്. അപ്പം നമ്മൾ പേരൻസിനോട് പറയാറുള്ളത് പഠിത്തവും ക്രിക്കറ്റും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് നമ്മളെല്ലാ പേരൻസിനോടും നമ്മൾ സംസാരിക്കാറുള്ളതും എല്ലാ കുട്ടികളോടും നമ്മളത് പറയാറുണ്ട്. നിങ്ങൾ നന്നായി പഠിക്കണം, ക്രിക്കറ്റ് കളിക്കണം, ബാക്കി സമയം പഠിക്കണം. ഇപ്പം ഈ പുതിയ തലമുറ കൂടുതൽ സമയം മൊബൈലിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ അടുത്ത് ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾ പഠിത്തത്തിലും ടോപ്പറാണ്, കളിയിലും ടോപ്പാണ്. അവർക്ക് വേറെ ആക്ടിവിറ്റീസൊക്കെ ഒന്നും ഇല്ല. അവർ മറ്റുള്ളവരെക്കാളും കറക്റ്റായിട്ട് അവർ ടൈം മാനേജ് ചെയ്യുന്ന കുട്ടികളാണ്. മോർണിംഗ് 5:30 എണീക്കുകയും അക്കാഡമിയിൽ പോയി 2 മണിക്കൂർ ട്രെയിൻ ചെയ്യുകയും ചെയ്തിട്ട് സ്കൂളിൽ പോവുകയും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് വൈകുന്നേരം 2 മണിക്കൂർ കോച്ച് ചെയ്യുകയും അത് സ്കൂളിലിരുന്ന് തന്നെ ഹോംവർക്കുകൾ തീർത്തു വെക്കുകയും സാറ്റർഡേ സൺഡേസ് അല്ലാത്ത ദിവസങ്ങളിൽ അവരുടെ പഠിത്തം വളരെ ഫോക്കസ്ഡായിട്ട് തീർക്കുകയും. അതിൽ പല പേരൻസും പറയുന്നുണ്ട് പ്രാക്ടീസിന് പൊക്കോ, പക്ഷേ പഠിച്ചു തീർന്നെങ്കിൽ പ്രാക്ടീസിന് പോയാൽ മതി. അപ്പോൾ അവർ നേരത്തെ തന്നെ പഠിച്ചു വെക്കും. അപ്പം അങ്ങനെ കളിയോട് അത്രയും സീരിയസ് ആയിട്ട് വരുന്നത് പലപ്പോഴും ഇവരുടെ ഫോക്കസ് കൂടുകയും പഠിത്തത്തിലും അവർ ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ വളരെ നല്ല രീതിയിലോട്ട് പഠിത്തവും കളിയും കൊണ്ടുപോകുന്ന കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ കാണാറുള്ളത്. നമ്മളും അവരെ അങ്ങനെ തന്നെയാണ് എൻകറേജ് ചെയ്യാറുള്ളത്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ, ഇപ്പം ഈ ഒരു ട്രെയിനിങ് സെഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു റുട്ടീൻ പോലും അവർക്ക് ചിലപ്പം അല്ലെ ഡെവലപ്പ് ആകാം. ഒരു ഡിസിപ്ലിൻ അല്ലേ റുട്ടീൻ ഉണ്ട് എല്ലാവർക്കും. കൃത്യമായ എല്ലാ ദിവസത്തിലും അവർക്ക് കറക്റ്റായ ഒരു പ്ലാൻ ഉണ്ട്. അവരുടെ ബാക്കിയുള്ള പല ആക്ടിവിറ്റീസ് പോലും ഉപേക്ഷിച്ചിട്ടാണ് അവർ ട്രെയിനിങ്ങിൽ വരുന്നത്. ഇപ്പോൾ ഒരു ഫാമിലിയിലൊരു വേറൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേരൻസ് ഒരു മൂവിക്ക് പോയാലും ഞാൻ കോച്ചിങ്ങിനെ പോകുന്നുള്ളൂ എന്ന് പറയുന്ന കുട്ടികളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അത്രയും പാഷനേറ്റ് ആണ്. യെസ്, അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും പാഷനേറ്റ് ആണ് ക്രിക്കറ്റുമായിട്ട് സംബന്ധിച്ചെന്നുണ്ടെങ്കിൽ
ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഒരു അക്കാഡമി നമ്മൾ ജോയിൻ ചെയ്യണം. അതെങ്ങനെയാണ് നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിതേ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാതുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പാട്ടുകൾക്ക് ശേഷം നമ്മളത് കേൾക്കുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് RJ Jo ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഉയരെ കേട്ടിട്ട് നമ്മുടെ ആ ഒരു കൊതിയുടെ ഒരു ആഴം ചിലപ്പം കൂടിയിട്ടുണ്ടായിരിക്കുമേ. ക്രിക്കറ്റ് എന്നുള്ളൊരു മേഖലയിലേക്ക് എനിക്ക് എത്തിപ്പെടണം, എങ്ങനെ അത് എത്തിപ്പെടാം എന്നൊക്കെയുള്ള ഒരു കുറേ ചോദ്യങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്കൊക്കെ ഏകദേശം അല്ല, ഒരു കംപ്ലീറ്റ് ഒരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം, അതിനുശേഷം ആ ഒരു അക്കാഡമിയിൽ എങ്ങനെയാണ് നമ്മളെ വളർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ എന്നുള്ളൊരു പടിയിലേക്ക് നമുക്ക് എത്തിപ്പെടാനാണ് സാധിക്കുന്നത്, അതിന് വെക്കേണ്ട ചുവടുകൾ എന്തൊക്കെയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നത് ഷൈജു, MS ICC Level 1 coach, former Kerala state player, former senior batting coach of MS Dhoni Academy UAE and head coach of CR Academy ഗിരിദീപം കളത്തിപ്പടി കോട്ടയം. സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ അക്കാഡമിയിൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാർ ഭയങ്കര ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് സാർ ഓരോ കാര്യങ്ങളും പറയുമ്പം. അപ്പം ഞാനിത് സാറിനെ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സാർ അത്രയും നിറച്ചിരിയോട് കൂടെ തന്നെയാണ് കുട്ടികളെ കുറിച്ച് സാർ ഇത്രയും ഇങ്ങനെ പറയുന്നത്. അപ്പം സാർ ഒരു കോച്ച് എന്ന നിലയിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്തായിരിക്കും ഈ ഒരു കോച്ചിങ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ? ഒരു കോച്ചിന് നമ്മുടെ അടുത്ത് വരുന്ന ഒരു സ്റ്റുഡൻസിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എല്ലാ രീതിയിലും. അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ, അവരുടെ റൊട്ടീൻസ്, അവർക്ക് നമുക്ക് ഒരു അവരുടെ പേരൻസ് പറയുന്നതിനേക്കാൾ കൂടുതലായി പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് അവർ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കോച്ച് ചെയ്യുന്ന നൂറുകണക്കിന് കുട്ടികളിൽ എല്ലാവരും ക്രിക്കറ്റിൽ ഹയർ ലെവലിൽ പോകണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു ലോങ് ജേർണിയാണിത്. നമ്മുടെ അടുത്തൊരു 10 വയസ്സുള്ള കുട്ടി വരുന്നു. ആ കുട്ടി നമ്മൾ അവരെ 20 വയസ്സ് വരെ 22 വയസ്സ് വരെയും നമ്മളവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 10 വയസ്സുള്ള കുട്ടി 17 വയസ്സും 18 വയസ്സും ഒക്കെ ആവുമ്പം നമ്മളെ വിളിക്കുമ്പോൾ, വേറെ എവിടെയെങ്കിലും നിന്ന് വിളിക്കുന്ന സമയത്ത് അവർ നന്നായി പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർ ക്രിക്കറ്റിൽ ഒത്തിരി മേളിലെത്തിയിട്ടുണ്ടാവില്ല, എല്ലാവർക്കും അങ്ങനെ എത്താൻ പറ്റില്ല. പക്ഷേ അവർ ഈ 10 വയസ്സ് തൊട്ട് അവർക്ക് കിട്ടിയേക്കുന്ന ആ ഒരു സ്പോർട്സിൽ നിന്ന് കിട്ടിയേക്കുന്ന മെൻ്റൽ ടഫ്നെസ്, ഗെയിമിൽ നിന്ന് കിട്ടുന്ന ഒരു ക്യാരക്ടർ, ആ ക്വാളിറ്റീസും അതൊക്കെ ഒരു കോച്ചെന്ന നിലയിൽ നമ്മൾ പലപ്പോഴും അവർക്ക് വേണ്ടി കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ഈ ചെറിയ പ്രായത്തിൽ തൊട്ട് അവർ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അവരുടെ ഹെൽത്ത്, അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഇതെല്ലാം ഒരു ഗെയിമിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു കോച്ചിന് ഗെയിമിൻ്റെ സ്കില്ലിനപ്പുറത്തോട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അപ്പം ഈ ഒരു നല്ല ക്യാരക്ടറായി, നല്ല വ്യക്തിത്വങ്ങളായി വലുതാകുമ്പം ഇവർ നമ്മളെ പിന്നീട് വിളിക്കുമ്പം നമുക്ക് ഒരു ഒരു ഹയർ ലെവൽ ക്രിക്കറ്ററായിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ അവർ നല്ലൊരു ജോബിലെത്തിയിട്ട് അവർ വേറെ എവിടെയെങ്കിലും ഇരുന്ന്, ഇപ്പോൾ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ഇരുന്നിട്ട് അവരിപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും. അത് അവിടുന്ന് അവർ വിളിക്കുമ്പം അവരുടെ ആ കരിയർ അച്ചീവ്മെൻറ്റിലും ഒക്കെ നമുക്കും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഒരു പരിധി വരെ. അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ CR അക്കാഡമിയിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും സാറിന് പറയാനുള്ളത്? CR അക്കാഡമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രിക്കറ്റ് അക്കാഡമിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്കവിടെ ഉണ്ട്. ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നല്ലൊരു ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പ്രാക്ടീസ് മാച്ച് കളിക്കാനാണല്ലോ, ഞങ്ങളുടെ ഇതിൽ പറഞ്ഞാൽ സെൻട്രൽ വിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനാണല്ലോ ഒക്കെയുള്ള ഗ്രൗണ്ടുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ്. നമുക്ക് ഇയർലി 8 മാസവും അല്ലെങ്കിൽ 9 മാസവും മഴയുള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പം ഇൻഡോർ ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഇവർക്ക് റെഗുലറായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് നല്ലൊരു ഇൻഡോർ ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസവും നമ്മുടെ കോച്ചിങ് മുടങ്ങത്തില്ല.
അപ്പം കണ്ടിന്യൂസ് അതുപോലെ തന്നെ നമ്മൾ 4 ക്രിക്കറ്റ് പിച്ചുകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഈ 4 ക്രിക്കറ്റ് പിച്ചുകളും അത് ഒരു ടെക്നിക്കൽ സൈഡാണ്. അതായത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വിക്കറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഒരു കുട്ടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബേസ് ലെവലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സിമെൻറ്റ് വിക്കറ്റ് ഉണ്ട്, ടർഫ് വിക്കറ്റ് ഉണ്ട്, റബ്ബറൈസ്ഡ് വിക്കറ്റ് ഉണ്ട്, നാച്ചുറൽ വിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവരുടെ സ്കിൽ ലെവൽ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള വിക്കറ്റ്സുകളും എല്ലാം നമ്മൾ അവർക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് അടുത്ത ലെവലിലോട്ട് പോകാനുള്ള എല്ലാ ടഫ് സിറ്റുവേഷൻസും നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനും അവരെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഒരു കോച്ച് എന്ന നിലയിൽ സാറിന് സന്തോഷം ചെലുത്തുന്ന കാര്യങ്ങൾ, ഒരു CR അക്കാഡമി ഹെഡ് കോച്ച് എന്ന നിലയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് അക്കാഡമി ഹെൽപ്പ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാറ് വിശദമായിട്ട് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് സാർ. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു എൻഡ് നോട്ടായിട്ട് സാറിന് എന്തായിരിക്കും പറയാനായിട്ടുള്ളത്? ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരോട് എന്താണ് പറയാനായിട്ടുള്ളത്? ഡെഫിനറ്റ്ലി നമ്മുടെ കുട്ടികൾ തീർച്ചയായും ഏതെങ്കിലും ഒരു സ്പോർട്സിൽ അവർ എൻഗേജ്ഡ് ആയിരിക്കണം. അത് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു നീഡാണ്. അവരുടെ ഫിസിക്കൽ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ് ഒരു സ്പോർട്സ്. അതിൽ ക്രിക്കറ്റ് അതിനകത്ത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം കുറച്ച് മെൻ്റലി കുറച്ച് കൂടുതൽ ടഫ് ആവേണ്ട സിറ്റുവേഷൻസ് ക്രിക്കറ്റിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ഒരു വളരെ നല്ല ഓപ്ഷനാണ് കുട്ടികളുടെ ഈ ഒരു ഡെവലപ്മെൻറ്റിന്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രിക്കറ്റ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ക്രിക്കറ്റ് പഠിക്കേണ്ടത് അനിവാര്യമാണ്. ക്രിക്കറ്റ് ഒരു അക്കാഡമിയിൽ പോയി പഠിക്കേണ്ടത് എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ കേട്ടറിഞ്ഞു. സോ താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് കാര്യങ്ങൾ സാർ വിശദമാക്കി പറഞ്ഞു. അപ്പം എന്നാലും നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷൈജു MS, ICC Level 1 കോച്ച്, ഫോമർ കേരള സ്റ്റേറ്റ് പ്ലെയർ, ഫോമർ സീനിയർ ബാറ്റിംഗ് കോച്ച് ഓഫ് MS ധോണി അക്കാഡമി UAE ആൻഡ് ഹെഡ് കോച്ച് ഓഫ് CR അക്കാഡമി ഗിർദീപം കളത്തിപ്പടി കോട്ടയം. സാർ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്. 89.6 FM സർഗക്ഷേത്രം.